നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടുക്കി നെടുങ്കണ്ടത്ത് സ്വന്തം അമ്മയും സഹോദരനെയും യാതൊരു ദാക്ഷിണ്യവും കൂടാതെ കൊന്നുകുഴിച്ചിട്ട പ്രതി സജി. ഈ സംഭവമൊക്കെ നമ്മളെ നടുക്കിയ സംഭവങ്ങളായിരുന്നു. കൊലപാതക വിവരവും ഒക്കെ നമ്മൾ അറിഞ്ഞതാണ്. ഇപ്പോഴിതാ മറ്റൊരു വിവരം കൂടി. അതായത് അന്ന് ഈ കൊലപാതക വാർത്ത പുറത്തു വന്ന സമയത്ത് തന്നെ ഈ സജിയുടെ പിതാവ് എവിടെയാണ് എന്ന ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. സജിയുടെ പിതാവിന് എന്ത് സംഭവിച്ചു എന്ന ചോദ്യങ്ങളൊക്കെ ഉയർന്നിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ നിന്നും നേരെ പ്രതിയുമായി പോലീസ് സംഘം ആ ഒരു പറമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. വീടിൻ്റെ പരിസരത്തുള്ള പറമ്പിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. അവിടെ പരിശോധനകൾ നടത്തുകയും ചെയ്തു. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഒരു കൊലപാതകം, അതായത് ഒരാളെയും കൂടി ഇയാൾ കൊലപ്പെടുത്തി കുഴിച്ചിട്ടുവോ എന്ന ചോദ്യം, അത് പിതാവ് തന്നെയാണോ എന്ന് തെളിയിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. എന്നാലും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ പോലീസ് പ്രതിയുമായി എത്തി കുഴിച്ചു പരിശോധന നടത്തിയത്. അമ്മയെ സഹോദരനെ കൊന്നു കുഴിച്ചിട്ട സംഭവത്തിൽ അറസ്റ്റിലായ സജിയുടെ വീട്ടിലേക്കാണ് പോലീസ് സംഘം സജീവമായി തന്നെ എത്തി മണ്ണു മാറ്റി നടത്തിയ പരിശോധനയിൽ തലയോട്ടിയും അസ്ഥിയും ജീർണിച്ച വസ്ത്രങ്ങളും കണ്ടെത്തുകയുണ്ടായി. ഇത് ഇവയുടെ പിതാവ് തന്നെയാണോ എന്ന് തെളിയിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. 8 വർഷം മുൻപ് കാണാതായതാണ് പിതാവ് മാത്യുവിനെ സജി കൊലപ്പെടുത്തിയതാകാമെന്ന നിഗമനത്തിലാണ് നിലവിൽ പോലീസ് ആയിരിക്കുന്നത്. നേരത്തെ തൊഴുത്തിരുന്ന ഭാഗത്ത് നിന്ന് കിട്ടിയ അസ്ഥി ആയതിനാൽ പശുവിൻ്റെതാണോ എന്ന അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. എന്നാൽ ഈ കണ്ടെത്തിയ അസ്ഥി കൂടമൊക്കെ എന്തിൻ്റെയാണ്, മൃഗത്തിൻ്റെയാണോ മനുഷ്യൻ്റെയാണോ എന്നതൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. ഇനി വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഈ അസ്ഥി കൂടം ആരുടേതാണ്, പിതാവിനെയും ഇയാൾ ഇത്തരത്തിൽ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. മേരി എന്ന 71-കാരിയും മേരിയുടെ മൂത്ത മകൻ റെജി എന്ന 54-കാരനെയുമാണ് മേരിയുടെ ഇളയ മകൻ സജി അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ മാസമാണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. സജിയെ ചോദ്യം ചെയ്യുന്നതിനിടെ കിട്ടിയ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ സജിയുമായി പ്രദേശത്തേക്ക് എത്തി പോലീസ് പരിശോധന നടത്തിയത്. ഇന്നലെ വൈകിട്ട് 3 മണിക്ക് തോട്ടുവാക്കടയിലെ വീട്ടിലെത്തിയ പോലീസ് വിറകുപുരയോട് ചേർന്നുള്ള ഭാഗത്ത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പരിശോധന നടത്തി. 5 അടിയോളം കുഴിച്ചപ്പോഴാണ് അസ്ഥിയുടെ കഷ്ണവും വസ്ത്രാവശിഷ്ടങ്ങളും കണ്ടെത്തിയത്. പിന്നീട് സമീപത്ത് തന്നെ നടത്തിയ തിരച്ചിലിൽ തലയോട്ടിയുടെ ഭാഗങ്ങളും കണ്ടെത്തി. ഇവ കൂടുതൽ പരിശോധനയ്ക്കായി മാറ്റുകയും ചെയ്തു. പാസ്റ്ററായിരുന്നു സജിയുടെ പിതാവ് മാത്യു. 73 വയസ്സുകാരനാണ്. 2018 മുതലാണ് മാത്യുവിനെ കാണാതായത്. മെയ് 5 മുതൽ സുവിശേഷ വേലയ്ക്കായി അദ്ദേഹം പലപ്പോഴും വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമൊന്നും വീട്ടുകാർ വലിയ ഗൗരവത്തിലെടുത്തില്ല. അത്തരത്തിൽ പിതാവ് എവിടെയെങ്കിലും ഉണ്ടാകും എന്ന് കരുതിയാണ് വീട്ടുകാരായിരുന്നത്, മാറി നിന്നതാകാം എന്ന് കരുതി. മാത്രമല്ല ആദ്യമൊക്കെ കരുതിയത് മകൾ സിനിയുടെ വീട്ടിലാകാം ഈ മാത്യു ആയിരിക്കുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ ആദ്യമൊന്നും പോലീസിൽ വിവരം അറിയിച്ചില്ല. പിന്നാലെ മെയ് 9-ന് സജിയുടെ സഹോദരൻ റെജി പരാതി നൽകി. അതായത് പിതാവിനെ കാണാനില്ല എന്ന പരാതി റെജി നൽകുകയുണ്ടായി. ഈ റെജിയാണ് പിന്നീട് സജി കൊലപ്പെടുത്തിയത്. മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു മകൾ കൂടിയുണ്ട് മേരിക്ക്. ഈ ഏറ്റവും ഇളയ മകളാണ്. ഈ മകൾ ജിജിക്ക് മരുന്ന് വാങ്ങുന്നതിന് വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞ് മാത്യു വീട് വിട്ടിറങ്ങിയെന്നാണ് FIRൽ നൽകിയിരിക്കുന്ന വിവരം. ഇടതു സഹയാത്രികരെന്ന മാത്യു പാസ്റ്ററായതിന് പിന്നാലെയാണ് രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങിയതെന്നും നാട്ടുകാർ പറയുകയുണ്ടായി. എന്തായാലും ആ സംഭവം ആ മാത്യുവിനെ ഈ സജി അപായപ്പെടുത്തിയിട്ടുണ്ടോ, അങ്ങനെയെങ്കിൽ ഈ കൂട്ടക്കൊലപാതകങ്ങൾ ചെയ്തു കൂട്ടിയത് എന്തിൻ്റെ പേരിലാണ്? നേരത്തെ പല കാരണങ്ങൾ, അമ്മയെയും സഹോദരനെയും ഒക്കെ കൊലപ്പെടുത്താൻ പല കാരണങ്ങൾ സജി പറയുന്നുണ്ട്. അത്തരത്തിലൊരു കാരണം തന്നെയാണോ പിതാവിനെ അപായപ്പെടുത്താൻ പിന്നിലുള്ള കാരണം? എന്തായാലും ഈ പിതാവിൻ്റെ അസ്ഥികൂടം തന്നെയാണോ കണ്ടെത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. 8 വർഷം മുൻപാണ് മാത്യുവിനെ കാണാതായത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് സജി പറഞ്ഞത്. തുടർന്നാണ് വീട്ടുവളപ്പിൽ കുഴിയെടുത്ത് പോലീസ് പരിശോധന നടത്തിയത്. ഇത്തരത്തിൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അമ്മയെയും സഹോദരനെയൊക്കെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു പ്രതി. അതെല്ലാം വിവരിക്കുകയുണ്ടായി. സഹോദരനെ ശ്വാസം മുട്ടിച്ചും അമ്മയെ മൂക്കിനിടിച്ചുമാണ് പ്രതി സജി കൊലപ്പെടുത്തിയത്. പിടിക്കപ്പെടാതിരിക്കാൻ 2 ദിവസം മൃതദേഹങ്ങൾ വീട്ടിലെ ചായപ്പിൽ ഒളിപ്പിച്ചെന്നും സജി പ്രതികരിക്കുകയുണ്ടായി. കേസിൽ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. മെയ് 4-ന് ശേഷം പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. കൊലപാതക കുറ്റം സമ്മതിച്ച ശേഷം വീട്ടിലെത്തിച്ച് നടത്തിയ തെളിവെടുപ്പിനിടെയാണ് പ്രതി ക്രൂരകൃത്യങ്ങൾ നടത്തിയത് എങ്ങനെയെന്ന് വിവരിച്ചിരുന്നു. വാക്ക് തർക്കത്തിനൊടുവിൽ മദ്യപിച്ചെത്തിയ സഹോദരൻ റെജിയുടെ മുഖത്തും കയ്യിലും ഇടിച്ചു. ബോധം പോയപ്പോൾ കഴുത്തിൽ തോർത്തു മുറുക്കി കൊലപ്പെടുത്തി. ഇത് കണ്ടുകൊണ്ടെത്തിയ അമ്മ മേരിക്കുട്ടിയുടെ മുഖത്ത് പല തവണ ഇടിച്ചു. മരിച്ചെന്ന് ഉറപ്പുവരുത്തി. മാത്രമല്ല മൃതദേഹങ്ങൾ വീട്ടിലെ ചായപ്പിലേക്ക് മാറ്റി ഗ്രീൻ ഷീറ്റ് കൊണ്ട് മറച്ചു. 2 ദിവസത്തിന് ശേഷം രാത്രി പറമ്പിലെത്തി ഇത് കുഴിച്ചു മൂടി. പ്രതി തനിച്ചാണ് കുറ്റകൃത്യങ്ങൾ ചെയ്തു കൂട്ടിയത്. വിവാഹം കഴിക്കാൻ തടസ്സം നിന്നതും സ്വത്ത് തർക്കവുമാണ് സഹോദരൻ റെജിയെ കൊലപ്പെടുത്തി
കൊലപ്പെടുത്താൻ കാരണമായത്. മാത്രമല്ല റെജി പലപ്പോഴും പിതൃത്വത്തെ ചൊല്ലി അപമാനിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൊലപാതക കാരണമായി എന്നാണ് സജിയുടെ വെളിപ്പെടുത്തൽ. ഇത് ശരിയാണെന്ന് ഉറപ്പിക്കാൻ സജിയെ കൂടുതൽ ചോദ്യം ചെയ്യുക എന്ന പ്രക്രിയയിലേക്ക് കൂടി അന്വേഷണ സംഘം കടന്നിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതായത് കുറച്ച് ദിവസമായിട്ട് മേരിയെയും റെജിയെയും കാണാനില്ല. ഇതേ തുടർന്ന് സജിയോട് നാട്ടുകാരടക്കം റെജിയും അമ്മയും സഹോദരനുമൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ പലരോടും പരസ്പര വിരുദ്ധമായ മറുപടിയാണ് സജി നൽകിയത്. ചികിത്സാർത്ഥം എറണാകുളത്തേക്ക് പോയി, അല്ലെങ്കിൽ അവർ മറ്റൊരിടത്താണ് ഒരു വിവാഹത്തിന് പോയിരിക്കുകയാണ്. ഇങ്ങനെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ സജി പറഞ്ഞതോടെയാണ് നാട്ടുകാർക്ക് പലർക്കും സംശയം തോന്നുന്നത്. ഇതിന് പിന്നാലെ ഇവരുടെ മകൾ പോലീസിൽ പരാതി നൽകുന്നു. സഹോദരനെയും അതുപോലെ തന്നെ അമ്മയെയും കാണാനില്ല എന്ന പരാതി നൽകുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ പോലീസ് സ്ഥലത്ത് എത്തിയപ്പോൾ സജി എവിടെയോ യാത്ര പോകാൻ നിൽക്കുന്ന തരത്തിലായിരുന്നു നിന്നത്. പോലീസിനെ കണ്ട പാടെ തന്നെ ഇയാൾ ഓടി ഒളിക്കുകയും ചെയ്തു. ഇതോടെ തന്നെ പോലീസിന് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായി. പിന്നീട് സജിയെ കണ്ടെത്തുക എന്നതായിരുന്നു പോലീസിന്റെ അടുത്ത ദൗത്യം. അതിനുവേണ്ടി വലിയ രീതിയിലുള്ള നിരീക്ഷണം ഇപ്പോൾ കടാവർ നായകളെ എത്തിച്ചു മാത്രമല്ല ഡ്രോണുകളൊക്കെ ഉൾപ്പെടെ എടുത്താണ് അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണം നടക്കുമ്പോൾ പോലീസ് അന്വേഷിക്കുമ്പോഴൊക്കെ ഇയാൾ സമീപത്തെ ഏലത്തോട്ടത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. തിങ്കളാഴ്ച പോലീസ് അന്വേഷണം തുടങ്ങിയപ്പോൾ പ്രദേശത്ത് തന്നെ പ്രതിയായ സജിയെ കണ്ടിരുന്നെന്ന് സമീപവാസികൾ അടക്കം പറഞ്ഞിരുന്നു. എന്നാൽ പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും സജിയെ കണ്ടെത്താനായില്ല. സജി മരം കയറ്റത്തിൽ വിദഗ്ധനാണ്. അതിനാൽ മരത്തിന് മുകളിൽ കയറിയിരുന്ന് എല്ലാം നിരീക്ഷിച്ചിട്ടുണ്ടാകാം എന്നാണ് മനസ്സിലാക്കിയത്. പിന്നീട് സജി പിടിയിലാകുന്നതിന് മുമ്പ് വരെ ഡ്രോണും ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെയുള്ള സംഘങ്ങളുമായി തിരച്ചിൽ നടത്തിയിരുന്നു. എന്നാൽ വീടിനടുത്തുള്ള വഴിയിലൂടെ നടന്നു വന്നാണ് സജി പോലീസിന് പിടികൊടുക്കുന്നത്. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെയായിരുന്നു സജിയുടെ ഈ നീക്കം. സ്വത്ത് തർക്കവും മാനസിക പീഡനവുമാണ് കൊലയിലേക്ക് നയിച്ചതെന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. തന്നെ വിവാഹം കഴിക്കാനായി സഹോദരൻ റെജി സമ്മതിച്ചിരുന്നില്ല എന്നും പിതൃത്വത്തെ ചൊല്ലിയുള്ള ആക്ഷേപങ്ങൾ ഇതെല്ലാം തന്നെ ഒരു കൊലപാതകിയാക്കിയെന്നാണ് സജി അലറിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. മദ്യപിച്ചെത്തിയ സജി സഹോദരനെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയതാണെന്നും ചോദ്യം ചെയ്ത മേരിയെ മർദ്ദിച്ചെടുത്തെറിയുകയായിരുന്നുവെന്നും പോലീസ് ഒരു നിഗമനത്തിൽ എത്തിയിരുന്നു. ഇരുവരുടെ മരണം ഉറപ്പാക്കി 2 ദിവസങ്ങൾക്ക് ശേഷം മൃതദേഹങ്ങൾ വീടിന് സമീപത്തെ വിറകുപുരയിൽ എത്തിച്ച് വല ഉപയോഗിച്ച് മൂടിയിട്ടു. തുടർന്ന് വീട് വൃത്തിയാക്കി തുണികൾ കത്തിച്ചു. അടുത്ത ദിവസമാണ് വീട്ടുവളപ്പിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത്. ഈ ദിവസങ്ങളെല്ലാം സജി ജോലിക്കും പോയിരുന്നു. അതായത് യാതൊരു ഭാവവ്യത്യാസവുമില്ല. 2 കൊലപാതകങ്ങളാണ് നടത്തിയത്. അത് സ്വന്തം അമ്മയെയും സഹോദരനെയും. ഇതിൻ്റെ യാതൊരു ലാഞ്ചനയും ഇല്ലാതെ, ഇതിന് യാതൊരു കൂസലുമില്ലാതെയാണ് പ്രതി തൻ്റെ തുടർ ജീവിതം. അതായത് ഏപ്രിൽ 4-ന് ഈ സംഭവം നടക്കുന്നു, കൊലപാതകം നടക്കുന്നു. പിന്നീട് ഈ കഴിഞ്ഞ മാസം അവസാനത്തോടെയാണ് കൊലപാതക വിവരം പുറത്തേക്ക് വരുന്നത്. ഇത്രയും ദിവസം നാട്ടുകാർക്കിടയിൽ പ്രതി യാതൊരു കൂസലുമില്ലാതെ ജീവിച്ചു എന്നതും ഏറ്റവും പ്രധാനമാണ്.